അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ വെറും ഒരു പോരാട്ടമല്ല. ഇത് കാൽപന്തിന്റെ ഭൂമി ആര് ഭരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശുദ്ധ യുദ്ധമാണ്. കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളും നെഞ്ചിടിപ്പും സ്റ്റേഡിയത്തിലെ ആ പുൽനാമ്പുകളെ പോലും വിറപ്പിക്കുന്നുണ്ട്. ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടവും കൗമാരത്തിന്റെ ആദ്യ കിരീടമോഹവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ മൈതാനത്ത് ചോര തിളയ്ക്കും, കണ്ണു നിറയും, നെഞ്ചിടിപ്പ് നിലയ്ക്കും. ഒരറ്റത്ത് കോപ്പ അമേരിക്കയുടെ ചെങ്കോലുമേന്തി സ്വന്തം സാമ്രാജ്യത്തെ കാക്കാൻ ഇതിഹാസ താരം ലയണൽ മെസ്സി നയിക്കുന്ന നീലയും വെള്ളയും കലർന്ന കടൽ അലയടിച്ചെത്തുന്നു. കരിയറിന്റെ അവസാന തുള്ളി ചോരയും മൈതാനത്തൊഴുക്കാൻ ഉറച്ചാണ് അവരുടെ വരവ്. മറ്റേ അറ്റത്ത് യൂറോ കപ്പിന്റെ തിളക്കവുമായി കൗമാരത്തിന്റെ ചോരത്തിളപ്പും വേഗതയും ആയുധമാക്കി ലോകം കീഴടക്കാൻ ലാമിൻ യമാലിനെ മുന്നിൽ നിർത്തി സ്പെയിനിന്റെ ചോരപ്പടയും സർവസജ്ജമായി കഴിഞ്ഞു. അതിലുപരി ഈ കഥയ്ക്ക് സിനിമയെ വെല്ലുന്ന ഒരു അപൂർവ ബന്ധത്തിന്റെ തിളക്കവുമുണ്ട്. തന്ത്രങ്ങൾ മെനയുന്ന ഡഗ്ഔട്ടിലേക്ക് നോക്കാം. 2017 സ്പെയിനിലെ കോച്ചിങ് ക്ലാസ്സിൽ വെച്ച് ലൂയിസ് ഡീല എന്ന ഗുരു തന്റെ മുൻപിലിരിക്കുന്ന പ്രിയ ശിഷ്യന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അന്ന് ഗുരുനാഥൻ മൂർച്ച കൂട്ടിയെടുത്ത ആ അർജന്റീനൻ വജ്രായുധമാണ് ഇന്ന് സ്കലോണി. അദ്ദേഹത്തിന് കാൽപന്തിന്റെ തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവർ കരുതി കാണില്ല, വർഷങ്ങൾക്കിപ്പുറം ഒരു ലോകകപ്പ് ഫൈനലിന്റെ വലിയ വേദിയിൽ തങ്ങൾക്ക് പരസ്പരം വാളെടുക്കേണ്ടി വരുമെന്ന്. താൻ പഠിപ്പിച്ച തന്ത്രങ്ങളുമായി ശിഷ്യൻ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ വെട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി ഗുരുവും ഒരുങ്ങേണ്ടി വരും. പക്ഷേ ചരിത്രവും വികാരങ്ങളും മാറ്റി നിർത്തിയാൽ ഇന്ന് അർജന്റീന ഭയപ്പെടേണ്ടത് സ്പെയിനിന്റെ ആ നീലക്കണ്ണുള്ള പ്രതിരോധ കോട്ടയാണ്. ആക്രമണത്തിന്റെ ലഹരിയിൽ പ്രതിരോധം മറക്കുന്നവരല്ല സ്പെയിനിന്റെ ലാറോജ. സെമി ഫൈനലിൽ ഫ്രാൻസിന്റെ വൻമതിലുകളെ തകർത്തെറിഞ്ഞ ആ വൺ ടച്ച് മേജിക്കും അതിവേഗ മുന്നേറ്റങ്ങളും സ്റ്റേഡിയത്തിൽ ആവർത്തിക്കപ്പെട്ടാൽ നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് കണ്ണീരോടെ കളം വിടേണ്ടി വരും. കാരണം ടിക്കി ടാക്കയുടെ മനോഹരിതയെ അതിന്റെ ഏറ്റവും മാരകമായ രൂപത്തിലാണ് സ്പെയിൻ കളിക്കളത്തിൽ ഇറക്കുന്നത്. പണ്ട് ബാഴ്സലോണയുടെ സുവർണകാലത്ത് സ്പാനിഷ് ഇതിഹാസങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കളിച്ച ലയണൽ മെസ്സിക്ക് ഈ ടിക്കി ടാക്കയുടെ ഓരോ ചലനവും മനഃപ്പാടമായിരിക്കാം. എന്നാൽ അർജന്റീനയുടെ മധ്യനിരയിലെ മറ്റു താരങ്ങൾക്ക് സ്പെയിനിന്റെ ഈ മാന്ത്രിക വലക്കണ്ണികളെ ഭേദിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ അർജന്റീനയും ഒട്ടും പിന്നിലല്ല. കളി അവസാനത്തോടടുക്കുമ്പോൾ എതിരാളികളുടെ തളർന്ന പ്രതിരോധത്തിലേക്ക് ലൗട്ടാരോ മാർട്ടിനെസിനെ പോലെയുള്ള അതിവേഗ പകരക്കാരെ തുറന്നുവിടുന്ന ബെഞ്ച് കരുത്ത് സ്കലോണിക്ക് ഇപ്പോഴുമുണ്ട്. കളിച്ച എല്ലാ കളികളിലും വിജയം മാത്രം ശീലമാക്കി തോൽവി അറിയാത്ത ആത്മവിശ്വാസത്തിന്റെ കൊടുമിടിയിലാണ് അർജന്റീന ഇന്ന് നിൽക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന എതിരാളികൾ എത്ര വലിയവനാണെങ്കിലും അവരുടെ നെഞ്ചുറപ്പിനു മുന്നിൽ എങ്ങനെ കളം വിറപ്പിക്കണമെന്ന് സ്കലോണിക്കും സംഘത്തിനും കൃത്യമായി അറിയാം. പക്ഷെ കഴിഞ്ഞതെല്ലാം ചരിത്രമാണ്. ഇന്ന് ഈ കളിമുറ്റത്ത് പുതിയൊരു ചരിത്രം ജനിക്കുകയാണ്. 2018 1-നെതിരെ 6 ഗോളുകൾക്ക് സ്പെയിൻ അർജന്റീനയെ തകർത്തുവിട്ട ആ പഴയ കണക്കുകളൊന്നും ഈ ഫൈനൽ യുദ്ധഭൂമിയിൽ ഒരു വിലയും കാണില്ല. ഇത് ഒടുവിലത്തെ ശ്വാസം വരെ പോരാടാനുള്ള യുദ്ധം മാത്രമായിരിക്കും. അതെ, ആ ഒരൊറ്റ സ്വർണ്ണ കിരീടത്തിനായി 22 പോരാളികൾ മൈതാനത്ത് ജീവൻ കൊടുത്തു പോരാടും. കരിയറിന്റെ അന്ത്യഘട്ടത്തിൽ നിൽക്കുന്ന ലയണൽ മെസ്സി എന്ന തങ്ങളുടെ പ്രാണന് വേണ്ടി സ്കലോണി എന്ന പ്രിയ ശിഷ്യൻ തന്റെ ഗുരുവിന്റെ തന്ത്രങ്ങളെ വെട്ടിച്ച് ആ ലോക കിരീടം ഒരിക്കൽ കൂടി അർജന്റീനയുടെ മണ്ണിലേക്ക് എത്തിക്കുമോ? അതോ താൻ മൂർച്ച കൂട്ടിയ ആയുധത്തെ മെരുക്കി ഗുരുനാഥൻ സ്പെയിനിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമോ? സ്വർണ്ണ കിരീടം ആർക്കു മുന്നിലായിരിക്കും തലകുനിക്കുക? നെഞ്ചിടിപ്പോടെ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കാം.